ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് സദ്യയിലെ എല്ലാം സ്പെഷ്യലായിട്ടുള്ള പാലട പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഫുള്ളായി കണ്ട ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനെടുത്ത പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. പാലട പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 100 ഗ്രാം റൈസ് പാലടയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെയുള്ള ചെറിയ തരികളുള്ള പാലടയാണ് എടുക്കേണ്ടത്. ഇത് നമുക്ക് ആദ്യം ഒന്ന് വാഷ് ചെയ്ത ശേഷം ഒന്ന് വേവിച്ചെടുക്കാം. അട വേവിക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം എപ്പോഴും കുറച്ച് കൂടുതലായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ അട വെന്ത് വരുമ്പോൾ അത് വേർത്ത് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ട് അതിലോട്ട് വേണം നമ്മൾ അട ഇട്ട് കൊടുക്കാൻ. ആദ്യം ഈ വെള്ളം ഒന്ന് ബോയിലായി വരണം. അതിനുശേഷം നമുക്ക് അട വാഷ് ചെയ്ത ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് അട ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടയും കൂടെ വെള്ളത്തിൽ കിടന്നൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ അട ഇട്ട് കൊടുത്ത ശേഷം എല്ലാം കൂടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൂടെ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്ത ശേഷം പിന്നീട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മൂടി വെച്ചൊരു 40 മിനിറ്റ്സ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. അപ്പോഴേക്കും അടയെല്ലാം നല്ല കറക്റ്റായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആദ്യം 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് അതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. സിമ്മിൽ വെച്ച് തന്നെ നമ്മൾ ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. പഞ്ചസാര ഇവിടെ കാരമലൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിലോട്ട് അല്പം വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി പഞ്ചസാര വെള്ളത്തിൽ കിടന്നൊന്ന് മെൽറ്റായി വരണം. ഇപ്പം എല്ലാം കൂടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പാല് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിതിലോട്ട് പാൽ ഒഴിച്ചിട്ടുണ്ട്. ഞാനിതിൽ ഗുഡ് ലൈഫിൻ്റെ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മളെപ്പോഴും നല്ല തിക്കായിട്ടുള്ള പാല് തന്നെ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 1.5 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ച ശേഷം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 200 ഗ്രാംസ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നീട് വേണമെങ്കിൽ നമുക്ക് അല്പം കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അട ഓൾറെഡി വേവിച്ചതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തത്. അട വേവിക്കാതെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അട ചേർത്ത് ഒന്ന് വെന്ത് വന്നതിന് ശേഷം മാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അട പെട്ടെന്ന് വെന്ത് വരില്ല. അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഈ പാലൊന്ന് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. പാല് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കുമ്പോഴാണ് പാലടയ്ക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുന്നത്. നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. പാലിൽ പാട കെട്ടാതിരിക്കാനായിട്ട് നമുക്ക് ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ടൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വറ്റിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ ഒരു 7 മിനിറ്റ് ആകുമ്പോഴേക്കും പാലെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഈ സമയം നമുക്ക് അട ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 40 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അട ഒന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ അട നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒന്ന് മാറ്റിയ ശേഷം ഇത് തണുത്ത വെള്ളത്തിൽ ഒരു തവണ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ആ സ്റ്റിക്കിനെസ് എല്ലാം പോയി നല്ല ക്ലിയർ ആയിട്ട് കിട്ടാനാണ്. ഇനി നമുക്ക് വേവിച്ച് വാഷ് ചെയ്ത് വെച്ച അട ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്ലെയിം വീണ്ടും ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് വരണം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ഏലക്കായ ചതച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 10 മിനിറ്റ് കൂടെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഈ പാലൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോഴാണ് പെർഫെക്റ്റ് പാലട പായസത്തിൻ്റെ ടേസ്റ്റ് ലഭിക്കുന്നത്. പാലും അടയും പഞ്ചസാരയും എല്ലാം കൂടെ മിക്സായി അപ്പോഴേക്കും നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ പാലെല്ലാം വറ്റി പായസം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നെയ്യും അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം ചേർത്ത് കൊടുക്കാം. ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അണ്ടിപ്പരിപ്പെല്ലാം കളർ മാറി വരുന്നുണ്ട്. ഈ സമയം മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പാലട പായസം റെഡി ആയിട്ട് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള പായസമാണ്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.
എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക്